ഇന്ത്യക്ക് 55% ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. വിലപേശൽ സാധ്യമല്ലത്രേ. പഞ്ചപുച്ഛമടക്കി അമേരിക്കൻ നയതന്ത്രത്തിന് മുന്നിൽ കീഴടങ്ങിപ്പോയ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ശശി തരൂർ ഇത് പറയുന്നത്. അപ്പോൾ വാസ്തവം പോലുമല്ല ശശി തരൂർ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. എന്നിട്ട് എൽ കെ അദ്വാനിയെ കുറിച്ച് പറയുന്നത് എന്താ? സേവനം മാതൃകാപരമാക്കി മാറ്റാവുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണെന്നാണ് പറയുന്നത്. രഥയാത്ര നടത്തി ഈ രാജ്യത്തെ വർഗീയമായി 2 ധ്രുവങ്ങളിലാക്കിയ നേതാവല്ലേ ഈ എൽ കെ അദ്വാനി? ആ എൽ കെ അദ്വാനി നടത്തിയ രഥയാത്രയല്ലേ ഇന്ത്യയിൽ വർഗീയമായ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മതി നേടിക്കൊടുത്തത്? എന്നിട്ട് ഒടുവിൽ അതിനെക്കുറിച്ച് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, രഥയാത്രയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ശശി തരൂർ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? നെഹ്റുവിൻ്റെ ജീവിതത്തെ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചു പോയ ചൈനയിലെ പരാജയവുമായി ബന്ധപ്പെടുത്തിയല്ല. നെഹ്റുവിൻ്റെ പരാജയം, ചൈനയിലെ പരാജയം നെഹ്റുവിൻ്റെ അയോഗ്യതയല്ലാത്തതുപോലെ, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്ക് ഒരു അയോഗ്യതയല്ലാത്തതുപോലെയാണ് രഥയാത്ര എൽ കെ അദ്വാനിയുടെ സേവനത്തിൻ്റെ കാര്യത്തിൽ കളങ്കമല്ലാത്തതെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് സഹിക്കാവുന്നതിനും അപ്പുറമല്ലേ? ഇനി എങ്ങനെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരന് ശശി തരൂരിനെ തങ്ങളുടെ നേതാവായി പറയാൻ കഴിയുന്നത്? മോദിയുടെ വക്താവായി, ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സണായി, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രതിപക്ഷമായി, പ്രവർത്തിക്കാത്ത സമിതി അംഗമായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തരൂർ ആ രാഷ്ട്രീയ യന്ത്രം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് തുറന്ന് സത്യസന്ധമായി പറയുക എന്നുള്ളതാണ് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന മാന്യത. അത് പറയുകയും ഞാൻ ഇതാ പോകുന്നു, മതി, കൈ ഞാൻ വിടുന്നു, പകരം താമരയിലേക്ക് ചേക്കേറുന്നു എന്ന് പറയാനുള്ള സമയമായി ശശി തരൂർ.